നമസ്കാരം. നിയമക്കുരുക്കിലെ വ്യക്തതയ്ക്കായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സെൻകുമാർ നിയമനത്തിൽ നാളെ തന്നെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നാളെ ക്യാബിനറ്റ് ഈ വിഷയം എടുത്ത് ഉത്തരവ് പുറപ്പെടുവിക്കും. സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടെന്നാണ് കരുതിയതെങ്കിൽ കോടതിയെ സമീപിച്ച് നൂലാമാലകൾ അത് വേർതിരിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. സെൻകുമാറിന്റെ നിയമനത്തിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് കേരളം നാളെ സുപ്രീം കോടതിയെ സമീപിക്കും. നടപടി സെൻകുമാറിനെ നിയമിക്കാൻ നാളെ മന്ത്രിസഭ തീരുമാനിക്കാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ കയ്യിലെത്തിയ രേഖകൾ സെൻകുമാർ ചോർത്തിയെന്ന് അതേസമയം സംശയം സർക്കാരിന് ഉണ്ടായിരിക്കുന്നു. മുൻ സർക്കാർ ചട്ടം ലംഘിച്ചാണ് സെൻകുമാറിനെ DGP ആക്കിയെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാർ കേസിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് അതേസമയം മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ സർക്കാർ ചട്ടം ലംഘിച്ചാണ് സെൻകുമാറിനെ DGP ആക്കിയതെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വിഷയം ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ LDF നേതാവ് അഡ്വക്കേറ്റ് ആന്റണി രാജു, കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, സുപ്രീം കോടതി അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ, ഒപ്പം മുതിർന്ന അഭിഭാഷകൻ രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരും. ശ്രീ ആന്റണി രാജു, സർക്കാരിനെതിരെ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം വ്യക്തമായി ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. കാരണം ഒരാഴ്ച 24-ാം തീയതി ഓർഡർ ഇറങ്ങി ഇന്നേ ദിവസം വരെയായിട്ടും കാലതാമസം വരുത്തുന്നത് സാങ്കേതികത്വം മാത്രം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കാലതാമസം വരുത്തുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഒഴിവ് കഴിവുകളൊക്കെ അല്ലെങ്കിൽ ചില പഴുതുകൾ ബോധപൂർവം നിങ്ങൾ സൃഷ്ടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ വാർത്ത വരുന്നത് നാളെ നിങ്ങൾ വ്യക്തത തേടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തിൽ വ്യക്തത എവിടെയാണ് വേണ്ടത്? സുപ്രീം കോടതിയുടെ വിധി ഇക്കാര്യത്തിൽ അന്തിമമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ, ഭരണാധികാരിയായ മുഖ്യമന്ത്രി തന്നെ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ അപ്പീലില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു ഇതാണ് അന്തിമ വിധി, ഞങ്ങളത് നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്കാണ് ശ്രീ സെൻകുമാർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ നേരെ സുപ്രീം കോടതിയിലേക്ക് കണ്ടംപ്റ്റ് പെറ്റീഷനുമായിട്ട് പോയത്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ആ കണ്ടംപ്റ്റ് പെറ്റീഷൻ പോയതായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളിലേക്ക് കടന്നത്. കാരണം ആ ജഡ്ജ്മെൻറ്റ് നമുക്കറിയാം, ആ ജഡ്ജ്മെൻറ്റിൽ വ്യക്തമായിട്ട് ശ്രീ സെൻകുമാറിനെ നിയമിക്കണമെന്ന് പറയുമ്പോഴും അതിനകത്ത് ക്വാഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്ന 1/6/2017 2016 ആ GOയ്ക്കകത്ത് ശ്രീ സെൻകുമാറിൻ്റെ കാര്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ബെഹ്റയുടെ കാര്യമുണ്ട്, നമ്മുടെ ശങ്കർ റെഡ്ഡിയുടെ കാര്യമുണ്ട്, ജേക്കബ് തോമസിൻ്റെ കാര്യമുണ്ട്. ഇങ്ങനെ 4 DGPമാരെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് 24-ാം തീയതിയാണ് ഉത്തരവ് ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ വന്നതെങ്കിലും 25-ാം തീയതി വൈകുന്നേരമാണ് ഈ അറ്റസ്റ്റഡ് കോപ്പിയോടുകൂടി സെൻകുമാർ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് 9 മണിക്കാണ് ക്യാബിനറ്റ്. നമുക്കറിയാം വൈകുന്നേരം 3 മണിക്ക് ഒരു അറ്റസ്റ്റഡ് കോപ്പി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അത് നേരെ ക്യാബിനറ്റിലേക്കല്ല വരുന്നത്, മറിച്ച് അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനായി ചീഫ് സെക്രട്ടറി നേരെ ലോ സെക്രട്ടറിക്ക് കൊടുക്കുന്നു. ലോ സെക്രട്ടറിയുടെ നിയമോപദേശം വാങ്ങിക്കാൻ അതാണ് എൻ്റെ നടപടിക്രമം. ലോ സെക്രട്ടറി എന്താ എഴുതിയത്? ഈ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഇദ്ദേഹത്തിനെ നിയമിക്കേണ്ടതാണെങ്കിലും സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ചില ക്ലാരിറ്റിയും ക്ലാരിഫിക്കേഷൻസും ഒക്കെ വേണ്ടതുകൊണ്ടും രണ്ടാമതൊരു നിയമോപദേശം കൂടി ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അതുപോലെ ഈ കേസ് സുപ്രീം കോടതിയിൽ വാദിച്ച ഹരീഷ് സാൽവയുടെ ഒപ്പീനിയൻ കൂടി വാങ്ങിക്കണമെന്ന് കേരള ഭരണകൂടത്തിൻ്റെ നിയമ സെക്രട്ടറി എഴുതിയാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ബാധ്യത ബോധപൂർവമായി ഒരു കാലതാമസവും നിങ്ങൾ വരുത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയും? അല്ല, ബോധപൂർവമായ ഒരു കാലതാമസവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ചട്ടവും നടപടിക്രമവും അനുസരിച്ച് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ തലനാരിയുടെ കീഴിൽ തന്നെ അത് പരിശോധിച്ച് മാത്രമേ ഒരു പുതിയൊരു ഗവൺമെൻറ് ഓർഡർ ഇറക്കാൻ കഴിയുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇവിടെ കണ്ടംപ്റ്റിൻ്റെ വിഷയമേ ഉദിക്കുന്നില്ല. കാരണം കണ്ടംപ്റ്റ് വരണമെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഡേറ്റ് സുപ്രീം കോടതിക്ക് അറിയാമല്ലോ. ഇദ്ദേഹത്തിന് ജൂൺ 30 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ മൊത്തം കാലാവധിയെന്നും മെയ് 21-ാം തീയതി വരെ മാത്രമേ ഇദ്ദേഹത്തിന് DGP ലോ ആൻഡ് ഓർഡറെ തുടരേണ്ട കാര്യമുള്ളൂ. കാരണം ഇദ്ദേഹത്തിനെ 2015 മെയ് 21-ൽ നിയമിക്കുമ്പോൾ 2 വർഷത്തെ കാലാവധി എന്ന് പറയുന്നത് ഈ മെയ് 21-ന് അവസാനിക്കുകയാണ്. അപ്പോൾ അതെല്ലാം സുപ്രീം കോടതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സുപ്രീം കോടതിക്ക് എന്തെങ്കിലും അടിയന്തിരമായി 2 ദിവസങ്ങളിൽ ഉത്തരവിറക്കണമെന്നൊരു നിഷ്കർഷിക്കണമായിരുന്നെങ്കിൽ സുപ്രീം കോടതി തന്നെ പറയുമായിരുന്നു, വിധിയിൽ പറയുമായിരുന്നു. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു കാര്യം, കണ്ടംപ്റ്റ് നിൽക്കില്ലെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഈ ജഡ്ജ്മെൻറ്റിനെതിരെ
യാതൊരു ഉത്തരവും ഈ ജഡ്ജ്മെന്റിനെ സബോട്ടാഷ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഉത്തരവ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കർണാടകയിലെ ഒരു 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 ചീഫ് സെക്രട്ടറിയെ ജയിലിലിട്ട് കർണാടകയിൽ എന്താ ചെയ്തത്? കർണാടകയിലെ സുപ്രീം കോടതി ഉത്തരവിനെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടി ബോധപൂർവം ഒരു ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചുകൊണ്ട് ആ ജഡ്ജ്മെന്റ് അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗവൺമെന്റിന് നടപടിക്രമം അനുസരിച്ചല്ലാതെ ഒരു ഉത്തരവിറക്കാൻ കഴിയില്ല. അങ്ങനെ ഉത്തരവിറക്കിയാൽ നാളെ പലരും അത് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് വരാം. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഗവൺമെന്റ് നാളെ ഇതിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് കെയർഫുൾ ആയിട്ട് ക്ലാരിഫിക്കേഷൻ ശ്രീ രഞ്ജിത്ത് മാരാർ, ഈ ആന്റണി രാജുവും ഈ സർക്കാരും പറയുന്നത് പോലെ നിയമപ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ടോ? വ്യക്തത വരുത്തേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? കാരണം പഴയ DGPയുടെ ഉത്തരവടക്കം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഗുരുതരമായ അല്ലല്ല, പുതിയ ഉത്തരവിറങ്ങണം അക്കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു സങ്കീർണമായ ഒരു വ്യക്തത അല്ലെങ്കിൽ നിയമപ്രശ്നത്തിലെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ ഒരു സ്ഥലം ഉള്ളത് കൊണ്ടാണ് നാളെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. താങ്കളുടെ മറുപടി, താങ്കളുടെ കാഴ്ചപ്പാടിൽ ശ്രീ രഞ്ജിത്ത് മാരാർ. സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് DGP സെൻകുമാർ അല്ലെങ്കിൽ DGP ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ട സെൻകുമാർ മാത്രമല്ല ഒരു സിറ്റുവേഷൻ. അദ്ദേഹം മാത്രമല്ല ഇവർക്ക് കൺസിഡർ ചെയ്യേണ്ടി വരിക. അവർ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള 4 ഓഫീസേഴ്സ്, ടോട്ടലി 4 ഓഫീസേഴ്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ സ്റ്റേറ്റിൻ്റെ വെൽഫെയർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേറ്റിന് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതെല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും. ഈ മാത്രമല്ല ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതെല്ലാം വ്യക്തത വരുത്താൻ സ്റ്റേറ്റ് ഒരു പാർട്ടി ആയിരിക്കുമ്പോൾ സ്റ്റേറ്റിന് ഇതിനുള്ള അധികാരമുണ്ട്. അത് ചെയ്യണം, അവരുടെ ഒരു അവകാശം കൂടിയാണ്. അപ്പോൾ അത് നമുക്കില്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി 24/4 ഓർഡർ വന്നെങ്കിലും 27/4 ഈ സെൻകുമാർ പോലും കോപ്പി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം നെക്സ്റ്റ് ഡേ അതായത് 29th സാറ്റർഡേ കണ്ടംപ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഇതിൽ കണ്ടംപ്ച്വസ് ആയിട്ട് ആക്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു ഡിമോളിഷനോ അല്ലെങ്കിൽ നാളെ തന്നെ ഒരു ഹെവൻസ് ഫോൾ ഡൗൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അദ്ദേഹം 30th ജൂണിന് റിട്ടയർ ചെയ്യുന്ന ഒരാളാണ്. റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട ആ പൊസിഷനിൽ കിട്ടേണ്ട ഒരു സർവീസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സെൻകുമാറിനെ സംബന്ധിച്ചോളം സംഭവിച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ, തുടരാം. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, താങ്കൾ തുടരാം. അതിൽ അങ്ങനെയാണ് സെൻകുമാറിന് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ആങ്ഷ്യസ് ആയിട്ടാണ് ഈ കണ്ടംപ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടംപ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. മൺഡേ അദ്ദേഹം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ലോയേഴ്സ് എല്ലാം വന്നിരുന്നെങ്കിൽ കൂടി അവർ സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ അത് മെൻഷൻ പോലും ചെയ്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല സുപ്രീം കോടതി ഏത് രീതിയിലായിരിക്കും ഇതിനെ റെസ്പോണ്ട് ചെയ്യാൻ പോണേന്നുള്ളത്. എന്തായാലും ഇതിൽ പാർട്ടി ലിറ്റിഗേഷൻ എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് ഒരു അധികാരം അല്ലെങ്കിൽ അവകാശമുണ്ട്. ഇതിന് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അതെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അവർ AGനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. AGനെ അപ്രോച്ച് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അവരുടെ വക്കീലായിട്ടുള്ള സുപ്രീം കോടതി വക്കീലിനെ അല്ലെങ്കിൽ സുപ്രീം കോടതി സീനിയർ അഭിഭാഷകനെയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു വസ്തുതയാണ്. അത് ഒരു എടുത്തു ചാടി ഒരു ഗവൺമെൻറ്റിന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ പോലും സുപ്രീം കോടതിയിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടാണ് സെൻകുമാറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ ഭാഗത്ത് ക്ലാരിറ്റി കുറവില്ല. പിന്നെ വരുന്നത് ഈ 3 ഓഫീസേഴ്സിനെ ഇവരെങ്ങനെ അക്കോമഡേറ്റ് ഒരു സർക്കാരിന് തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. അതാണിവിടെ ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ പ്രശ്നം. കാലതാമസം ഉന്നയിച്ചാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സർക്കാർ എന്ന് പറയുന്നത് ഓൺലൈൻ ഔദ്യോഗികമായ രേഖകൾ പോലും ലഭിക്കാത്ത ഘട്ടത്തിൽ പോലും ഓൺലൈനിൻ്റെ സഹായത്തോടു കൂടി പോലും നടപടിയിലേക്ക് സർക്കാർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കൾ കൂടി സമ്മതിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എടുത്തു ചാടി ഒരു സർക്കാരിന് ഇത്തരത്തിൽ ആക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതൊരു തിടുക്കം അതുകൊണ്ടായിരിക്കുമോ, അത്തരം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കുമോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു നിലപാടിൽ നിന്നൊരു പിന്മാറ്റം എടുത്തത്? കാരണം ലിസ്റ്റ് ചെയ്യപ്പെട്ടു, അടുത്ത വെള്ളിയാഴ്ച കോടതി എടുക്കുമായിരിക്കും. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ ഒരു ബോധ്യം എല്ലാവർക്കുമുണ്ട്. അങ്ങനെ വേണോ കരുതാൻ?
ഇതിൽ സെൻകുമാറിനെ സംബന്ധിച്ചോളം സെൻകുമാർ പറയുന്നത് ടൈം ലാപ്സ് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് മാലഫൈഡിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന നളിനി നെറ്റോ അദ്ദേഹത്തിനെതിരെ മാലഫൈഡിൽ ഇത് വൈകിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് മാലഫൈഡ് ഇൻറ്റൻഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലതാമസം വരുത്തിക്കൊണ്ട് എനിക്ക് കിട്ടേണ്ട ഒരു സർവീസസ്, കറക്റ്റ് പൊസിഷനിൽ എനിക്ക് കിട്ടേണ്ട സർവീസസ് ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ കാരണമാവുന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഇതൊന്നും ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു വാലിഡ് റീസൺസ് ആയിരിക്കില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അവർക്ക് ഇതിൽ ക്ലാരിറ്റി വേണ്ടി വരും. അവർക്ക് അവരുടെ ഏജിനോട് ചോദിക്കേണ്ടി വരും. പിന്നെ അവരുടെ ഒരു അലിഗേഷൻ, അതിന് ആൻസർ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി പോലും ജഡ്ജ്മെന്റിൽ ആൻസർ പറഞ്ഞിട്ടില്ല. അവരുടെ ഒരു അലിഗേഷൻ പറയുന്നത് DGPനെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് ഒരു ഇറഗുലർ അപ്പോയിന്റ്മെന്റ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. ആ ഭാഗത്ത് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ മേടിക്കാം. എന്താണെങ്കിൽ കൂടി ഇദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റ് ഇന്ന് കൊടുക്കുന്നതിലുള്ള ഒരു ഭാഗത്ത് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് എൻടൈറ്റിൽഡ് ആണെന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഒറ്റ ഒരു ടെക്നിക്കൽ പോയിന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 2016 ജൂൺ 16, 2016 ഓർഡർ കോഷ് ചെയ്തപ്പോൾ അതിൽ ഉള്ള റീസൺസ് പെർട്ടിക്കുലർലി 1972 വരുന്ന റീസൺസ് അല്ല, അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ, ഞാൻ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജിക്കലി ഗവൺമെൻറ്റിന് ഒരു ഫെയിൽ വന്നത്, ഇത് നടത്തിപ്പിലൊരു ഫെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഒരു ഓർഡർ പാസ്സാക്കാം എന്നുള്ള രീതിയിൽ പോയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് നളിനി നെറ്റോയിനെ ഇദ്ദേഹം ഹൈക്കോടതിയിലും CAT-യിലും പാർട്ടി ആക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് ഒരു ഗ്രൗണ്ട് ശരിക്കും മാലഫൈഡ് ഇൻറ്റൻഷൻസ് നളിനി നെറ്റോയ്ക്ക് എതിരെ ഉന്നയിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ലോക്കസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് അന്ന് തന്നെ സ്ട്രാറ്റജിക്കലി ഈ ഓർഡർ വിഡ്രോ ചെയ്തിട്ട് ഫ്രഷ് ഓർഡർ കംപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻസിലേക്ക് പോവില്ലായിരുന്നു. അതായത് ഒരു വൈദ്യനിരാധന ബുദ്ധിയിലേക്ക് ഉള്ള ഇടപെടലായിരുന്നു അല്ലെങ്കിൽ നളിനി നെറ്റോയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് പറയേണ്ടി വരുന്ന, സെൻകുമാറിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. സുപ്രീം കോടതി കാര്യത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഇതൊരു ഇറഗുലർ അപ്പോയിൻമെന്റ് ആണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം. ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട വസ്തുത ആയി മാറുകയാണോ? മാത്രമല്ല, പക്ഷേ നിങ്ങളിപ്പോൾ വാദിക്കുന്ന രീതിയിൽ ഇതിനെ ഒരു സാങ്കേതികത്വമായി നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും ഇത്തരത്തിൽ? കാരണം ഇതിൽ സുപ്രീം കോടതി ചില ഫൈൻഡിങ്സിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അഭിഭാഷകർക്കൊക്കെ ഇതൊരു അന്തിമമായ ഒരു നിലപാട് തന്നെയാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടോ? അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പ്രഗത്ഭനായ അഭിഭാഷകനാണ് സുപ്രീം കോടതി. അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. അദ്ദേഹം പോലും ഒരുപക്ഷെ ആദ്യത്തെ ദിവസം അദ്ദേഹം പറഞ്ഞതിന് അല്പം കൂടെ ക്ലാരിറ്റി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് വളരെ സ്വാഗതാർഹമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഗവൺമെൻറ് ഈ സെൻകുമാറിനെ മാറ്റുവാൻ തീരുമാനിച്ചതിന് ശേഷം സെൻകുമാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിൻ്റെ പദവിയിലുള്ള അല്ലെങ്കിൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കാറ്റ് എന്ന CAT-യിലോട്ട് മൂവ് ചെയ്തു. ആ ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട്. പക്ഷേ CAT എന്താ ചെയ്തത്? ഗവൺമെൻറ് ഉത്തരവിനെ ശരിവെക്കുകയാണ് ചെയ്തത്. സെൻകുമാറിൻ്റെ പെറ്റീഷൻ തള്ളുകയാണ് ചെയ്തത്. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി വിശദമായി പരിശോധിച്ചപ്പോൾ ഹൈക്കോടതിയും ഗവൺമെൻറ് ഉത്തരവിനെ ശരിവെക്കുകയാണ് ചെയ്തത്. സെൻകുമാറിൻ്റെ ഹർജി തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ഞാനതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഉത്തരവ് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ആകില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഏതായാലും രണ്ട് കോടതികൾ അംഗീകരിച്ചൊരു ഉത്തരവാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ്. എന്നിട്ട് സുപ്രീം കോടതിയിൽ വരുന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് നടപ്പിലാകാതിരിക്കണമാണ് ഉദ്ദേശമെങ്കിൽ ഗവൺമെൻറ് വേണമെങ്കിൽ സമയം നീട്ടിക്കാൻ ഒരു റിവ്യൂ പെറ്റീഷനുമായിട്ട് വേണമെങ്കിൽ ആദ്യം പോകാമായിരുന്നു. ഗവൺമെൻറ് പോയില്ലല്ലോ. മാത്രമല്ല, ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു പ്രധാന സംഗതിയുണ്ട്. അതായത് ഈ ജൂൺ 1 ഉത്തരവ് റദ്ദായി എന്ന് പറയുമ്പോൾ ഈ കാലയളവിൽ വഹിച്ചിരുന്ന ആളുകൾ 4 DGP-മാർ 4 വ്യത്യസ്തമായ ജോലി ചെയ്തിരുന്നു. ആ മേഖലകളിൽ ചില ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്, ചില നടപടികൾ, ചില പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിയമപരമായുള്ള നിലനിൽപ്പ് എങ്ങനെ, ഇതെല്ലാം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ സെൻകുമാറിന് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർക്കോ മറ്റാർക്കെങ്കിലും ഒക്കെ അവർക്ക് എന്തും പറയാം. പക്ഷേ ഇത് ഉത്തരവിറക്കേണ്ടത് ഒരു ഭരണകൂടമാണ്. ആ ബാധ്യതയുള്ള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ക്ലാരിറ്റി വരുത്താതെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാതെ ഒരു ഉത്തരവിറക്കി പുലിവാല് പിടിക്കാൻ
ഗവൺമെൻറ് തയ്യാറാകണമെന്ന് ആര് പറഞ്ഞാലും അത് കേൾക്കേണ്ട കാര്യം ഗവൺമെൻറ്റിനില്ല. വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമേ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഉത്തരവിടേണ്ട കാര്യമുള്ളൂ. അതിനുള്ള മിനിമം സമയം മാത്രമേ ഈ കാര്യത്തിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ളൂ എന്ന് മാത്രമല്ല, സെൻകുമാറിന് എത്ര ദിവസം മുന്നിലുണ്ട് എന്നുള്ളത് ഗവൺമെൻറ് മുമ്പിലുള്ളൊരു വിഷയമല്ല. 2 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഉടനെ ഉത്തരവ് എന്നൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് സുപ്രീം കോടതിക്ക് അറിയാമല്ലോ സെൻകുമാറിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 48 മണിക്കൂറിന് ഉത്തരവ് കൊടുക്കണമെന്ന് പറയാമല്ലോ. അങ്ങനെ സുപ്രീം കോടതി പറയാത്തടത്തോളം ശ്രീ ആന്റണി രാജു, സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ ആര് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ? അല്ല, സംസ്ഥാന പോലീസ് മേധാവി ആരെന്നുള്ള ബാലിശമായ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ സഭയുടെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്ലാസിക്കലായിട്ടുള്ള മറുപടി അല്ലേ കൊടുത്തത്? എന്താ അത് ഗവൺമെന്റ് ഉത്തരവ് അനുസരിച്ച് DGPയെ നിയമിച്ചിട്ടുണ്ട്, അതുപോലും അതൊരു പേര് പറഞ്ഞില്ല എന്നുള്ളത് ഒരുപക്ഷെ മുഖ്യമന്ത്രി അത് പ്രതിപക്ഷത്തെ കളിയാക്കുകയായിരുന്നു. കാരണം ഈ രാജ്യത്തെ DGP ആരെന്നുള്ള ജൂൺ 1 ഇറക്കിയ ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അത് മാറ്റി മറ്റൊരു ഉത്തരവിലൂടെ മറ്റൊരു DGPയെ നിയമിക്കാൻ ഉത്തരവ് ഇറക്കാത്തടത്തോളം കാലം ആരാണ് DGP എന്നുള്ളത് നിയമിച്ച ആളുകൾക്ക് തന്നെ ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ അറിയില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഒരുപക്ഷെ കളിയാക്കണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹം പേര് പറയാതിരുന്നതാണ്. യെസ്, മടങ്ങിയെത്താൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ താങ്കൾ ടെലിഫോൺ ലൈനിൽ ദയവായി തുടരുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് നിങ്ങൾ ഇന്ന് സഭയിൽ ഈ വിഷയം ഉന്നയിച്ച ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമുണ്ട്, ദീർഘപ്രസംഗം. അതിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, സെൻകുമാറിൻ്റെ നിയമനത്തിൽ പോലും അപാകത വരുത്തിയ ആളുകളാണ് നിങ്ങൾ. മഹേഷ് സെൻകുമാർ സിൻഹളയടക്കം, അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിലും അതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, ഇവിടെ പോലീസ് ഭരണത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഗോഡ്സ് ഓൺ കൺട്രിക്ക് എന്ത് പറ്റിയെന്ന് കോടതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് UDF സർക്കാരിൻ്റെ ഹാങ് ഓവറിൽ ആ പോലീസിൻ്റെ ആ ഹാങ് ഓവർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മറുപടി പറഞ്ഞത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് നിയമനങ്ങളെക്കുറിച്ചല്ലല്ലോ ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു വിധി കഴിഞ്ഞ 24-ാം തീയതി വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത തൊട്ടടുത്ത ദിവസം കേരളത്തിലെ DGPയെ നിയമിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് സുപ്രീം കോടതി അസാധുവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ആരാണ് കേരളത്തിലെ DGP. അപ്പോൾ DGPയെ മാറ്റി സുപ്രീം കോടതി മാറ്റിയ നിമിഷം തൊട്ട് സാങ്കേതികമായി പറഞ്ഞാൽ ശ്രീ സെൻകുമാറാണ് കേരളത്തിലെ DGP. പക്ഷേ ഗവൺമെൻറ് അദ്ദേഹത്തെ നിയമിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആൻ്റണി രാജു ഇവിടെ വളരെ മനോഹരമായി കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഒരു 2 ദിവസം കൂടി ക്ഷമിക്കുക ആൻ്റണി രാജു, 2 ദിവസം കഴിയുമ്പോൾ കളി മാറാൻ പോവുകയാണ്. കാരണം ഇവിടെ സുപ്രീം കോടതിയുടെ ഒരു വെർഡിക്റ്റ് നടപ്പിലാക്കാൻ ബാധ്യത ഉള്ള ഒരു ഗവൺമെൻറ്. ഇവിടെ സെൻകുമാർ ഒരു വിഷയമല്ല, സെൻകുമാർ അല്ല വിഷയം, സെൻകുമാർ അല്ല. കേരളത്തിലെ പൊതുജന സമൂഹത്തിന് ഇവിടെ സെൻകുമാറിൻ്റെ സ്ഥാനാരോഹണമോ അല്ലെങ്കിൽ അവരോഹണത്തെക്കുറിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സുപ്രീം കോടതിയുടെ ഒരു വിധി, ആ വിധി നടപ്പാക്കാത്തത് വഴി കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി നിയമവാഴ്ചയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഒക്കെ പറയുമ്പോഴും ഈ നൂലാമാലകൾ ഗവൺമെന്റ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന സംശയങ്ങൾ അതിന് നിവർത്തി വരുത്തേണ്ട. കാരണം വെച്ചാൽ ലോ സെക്രട്ടറിയുടെ ശുപാർശ, ആ ശുപാർശ പോലും പുറത്തു വന്നില്ല പൂർണ്ണമായ ഒരു മാധ്യമങ്ങളിലും. ആ ശുപാർശ AGയുടെ നിയമോപദേശം തേടുക, ഹരീഷ് സാൽവെയുടെ നിയമോപദേശത്തെ പോലും വലിയ പാതകമായി കാണുന്നു. നിങ്ങൾ ആ രീതിയിലൊക്കെ തന്നെ പ്രതിപക്ഷം കൊണ്ടുപോയി. ഇതൊരു സർക്കാരിന്റെ ബാധ്യതയല്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരം ഒരു വ്യക്തത വരുത്തുക, അവിടെ ബെഹ്റയുടെ നിയമനങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കുക, ഒരു പൂർണ്ണമായ ഒരു തലത്തിലേക്ക് എത്തുക? ഇതൊക്കെ ഒരു സർക്കാരിന്റെ ബാധ്യതയായി വരില്ലേ? നിങ്ങൾ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി കണ്ടതൊരു വിഷയമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഈ സങ്കീർണത എന്നുള്ളത് ഒരു തലത്തിൽ നിൽക്കുന്നില്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? ഇതിനകത്ത് ഒരു സങ്കീർണതയുമില്ല. ഈ വിധി വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരള ഗവൺമെന്റിനോ ഇക്കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ല. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ പറ്റില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ 24-ാം തീയതി ഉത്തരവ് വന്നെങ്കിൽ എപ്പോഴായിരുന്നു ഈ സർക്കാർ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടിയിരുന്നത്? ഈ സർക്കാർ അനാവശ്യമായി കാര്യങ്ങൾ വലിച്ചു നീട്ടുകയാണ്. സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ചില കാര്യത്തിൽ ദുർവാശിയുണ്ട്, പിടിവാശിയുണ്ട്. ആ പിടിവാശിക്ക് വേണ്ടി, ആ ദുർവാശിക്ക് വേണ്ടി കേരളത്തിലെ മുഴുവൻ നിയമജ്ഞന്മാരും അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തിട്ടും ആ ഉപദേശം സ്വീകരിക്കാതെ ഇതാ വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ കേരളത്തിലെ നിയമവിദഗ്ധർക്കോ ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ സെൻകുമാറിനെ കേരളത്തിൻ്റെ DGP ആയി നിയമിച്ചേ പറ്റൂ, യാതൊരു തർക്കവും വേണ്ട. ഞാൻ വെല്ലുവിളിക്കുകയാണ്.
അല്ലെങ്കിൽ അതിന് സമാധാനം ഈ ഗവൺമെന്റിനെ കൊണ്ട് 5-ാം തീയതി പറയിപ്പിക്കും, പറയേണ്ടി വരും. ശ്രീ അരുൺ രാജു, ആ വെല്ലുവിളിയുടെ സ്വരം, കാരണം പ്രതിപക്ഷത്തിന്റെ സ്വരം, അതായത് ഇവിടെ ഒരു രണ്ട് സെൻകുമാറും അല്ലെങ്കിൽ പിണറായി സർക്കാരും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കോടതിയിൽ ഈ നിലപാട് പിന്മാറുമ്പോൾ പ്രതിപക്ഷം കരുതിയത് ഒരുപക്ഷെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകും. അതിനുള്ള തലം കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല. പക്ഷേ ഇനി ഈ വെള്ളിയാഴ്ച വരാൻ പോകുന്ന ദിവസത്തെ സൂചനകളാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നോട്ട് വെച്ചത്. അവിടെ നിങ്ങൾ ശരിയില്ലായ്മയുടെ തലങ്ങൾ തുറന്നിട്ടുണ്ടോ ശ്രീ അരുൺ രാജു? ഇതേ പിന്നെ ഒരു വികാരമാണ് ശ്രീ സെൻകുമാർ കഴിഞ്ഞ ശനിയാഴ്ച സുപ്രീം കോടതിയിലേക്ക് ഹർജിയും കണ്ടു പോയപ്പോൾ സെൻകുമാറിൻ്റെ അഭിഭാഷകരും പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാരും ഒക്കെ ഇതിനേക്കാൾ ആവേശമായിരുന്നു. നാളെ നേരം വെളുത്താൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹർജി വന്നാൽ നാളെ ചീഫ് സെക്രട്ടറി നളിനി ടെറ്റോയെ ജയിലിലിടും, പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റും, അതുകൊണ്ട് ഈ രാത്രി തന്നെ ഉത്തരവ് ഇറക്കിക്കൊള്ളണം, ഇല്ലെങ്കിൽ വളരെ ഗുരുതരമായിരിക്കും ഭവിഷ്യത്തെന്ന് പറഞ്ഞിട്ട് ആ ഹർജി വിളിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഹാജരായ സെൻകുമാറിന്റെ അഭിഭാഷകൻ വാലും ചുരുട്ടി തിരിച്ചുപോയ ചരിത്രമാണ് നമ്മൾ കണ്ടത്. അല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ മറുപടി പറയാൻ വേണ്ടി തന്നെയാണല്ലോ ഞാനിത് പറയുന്നത്, അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് പറയല്ലോ. അപ്പൊ അതുകൊണ്ട് വാലും ചുരുട്ടി എന്തിനാ പോയത്? നിങ്ങൾക്ക് അങ്ങനെ 24 മണിക്കൂറിനകം നടപ്പാക്കേണ്ട ഒരു വിധിയെന്ന് നിങ്ങൾക്ക് പോലും ഉത്തമ ബോധ്യമില്ലായിരുന്നു. ഗവൺമെന്റ് എടുക്കുന്നത് റീസണബിൾ ടൈം ആണെന്നുള്ളത് നിങ്ങളുടെ സെൻകുമാറിന്റെ അഭിഭാഷകന്, സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകന് ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് നേരം എടുത്തപ്പോൾ അദ്ദേഹം അതിന് 1 ചുവട് 2 ചുവട് പിന്മാറി നേരെ കോടതിയുടെ വെളിയിലേക്ക് പോയത്. ഇപ്പോ കേരള ഗവൺമെന്റ് ഇപ്പോൾ ഹർജിയുമായി ഇതാ പോകുന്നു. ഞങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഇതാ എൻ്റെ മുമ്പിൽ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ ഇരിപ്പുണ്ടല്ലോ. ഗവൺമെന്റിന് ക്ലാരിറ്റി ചോദിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട്. ഈ രാജ്യത്ത് സെൻകുമാറിനും സെൻകുമാറിന്റെ അഭിഭാഷകനും പ്രതിപക്ഷ നേതാക്കൾക്കും ഒഴികെ ഈ രാജ്യത്തുള്ള നിയമപാലകർക്കും അഭിഭാഷകർക്കും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, ഒരു ഭരണകൂടത്തിന് ഒരു ഉത്തരവ് ഇറക്കണമെങ്കിൽ ക്ലാരിറ്റി വേണ്ട കാര്യങ്ങളിൽ ക്ലാരിറ്റി വാങ്ങിക്കണം. ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് സെൻകുമാറിന്റെ അഭിഭാഷകരുടെയോ പ്രതിപക്ഷത്തിന്റെയോ വാക്ക് കേട്ടിട്ടില്ല, മറിച്ച് ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റിന് നടപടിക്രമങ്ങൾ, ഭരണകൂടത്തിന് നടപടിക്രമങ്ങളുണ്ട്. ലോ സെക്രട്ടറി ഉപദേശം കഴിഞ്ഞു, അദ്ദേഹം പറഞ്ഞു AG-യുടേത് വാങ്ങിക്കും. അവർ പറയുന്ന ഉപദേശം അല്ലാതെ പ്രതിപക്ഷത്തിന്റെ ഉപദേശവും സെൻകുമാർ പറയുന്ന വാക്കും കേട്ട് പ്രവർത്തിക്കാനല്ല ഈ കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ശങ്കയും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപക്ഷെ ഈ കണ്ടംപ്റ്റുമായി പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസം മുമ്പേ കയറാമായിരുന്നു. അദ്ദേഹം കണ്ടംപ്റ്റുമായി പോയത് അദ്ദേഹം തന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരു ശിക്ഷയായിരിക്കുന്നു. കണ്ടംപ്റ്റുമായി പോയിരുന്നുകൊണ്ട് തന്നെ അനാവശ്യമായ ഡിലേ ഈ കാര്യത്തിൽ സെൻകുമാർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രതിപക്ഷം കൂടി അതിന് ഏല പാടിക്കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി കുറെ കൂടെ നീട്ടി ഇത് അദ്ദേഹത്തിന്റെ കസേരയിലേക്ക് ഇനി കയറിയാൽ തന്നെ എത്ര നാൾ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയമില്ലാതായിരിക്കും. ശ്രീ രാജേന്ദ്രൻ, ആന്റണി രാജു പറഞ്ഞല്ലോ, ആന്റണി രാജു ഇവിടെ കഥയറിയാതെ ആട്ടം കാണുന്നതായി ഭാവിച്ചു കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. കാരണം സെൻകുമാർ എന്തുകൊണ്ടാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ കാര്യം പ്രസിയായിരുന്നത്? ഇവിടെ വലിയ വീരവാദം മുഴക്കുന്ന ആന്റണി രാജു, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പിണിയാളുകൾ ദൂതന്മാരായി സെൻകുമാറിനെ സമീപിക്കുകയും പേര് പറയുന്നില്ല, ഞാൻ പറഞ്ഞോട്ടെ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ സെൻകുമാറിനെ കേരളത്തിന്റെ DGP ആയി നിയമിക്കാൻ പോകുന്നു. അതുകൊണ്ട് കേരള ഗവൺമെന്റുമായി ഒരു അങ്ങനെയെങ്കിൽ നിയമസഭയിലേക്ക് ഇന്നത്തെ കാട്ടിക്കൂട്ടൽ അല്ലെങ്കിൽ കോലാഹലങ്ങൾ ഒന്നും വേണ്ടായിരുന്നല്ലോ. എന്റെ ബഹുമാന്യ സുഹൃത്ത്, ഇതിനകത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു കക്ഷി പിടിക്കേണ്ട കാര്യമില്ല. ഇത് സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ്. ആ വേർഡിക്റ്റ് നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അജ്ഞത നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിനകത്ത് പ്രതിപക്ഷത്തിന് പറയാം, ഇവിടുത്തെ ഗവൺമെന്റ് നിയമവാഴ്ച അംഗീകരിക്കുന്നുണ്ടോ, സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ ലേക്ക് വരാം. ശ്രീ രാജേന്ദ്രൻ, അഭിഭാഷകനാണല്ലോ താങ്കൾ. സർക്കാർ ഇവിടെ ഒരു ബോധപൂർവമായ രീതിയിൽ കോടതി വിധിയെ വൈകിപ്പിച്ചു, കോടതി വിധി പൂർവ്വമായി സാങ്കേതികത്വത്തിന്റെ പേരിൽ കാലവിളംബം വരുത്തി, അങ്ങനെയുള്ള ആരോപണത്തിന് മറുപടി ഉണ്ടോ? താങ്കൾ എങ്ങനെ കാണുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണത്തെ?
ശ്രീ രാജേന്ദ്രൻ കേൾക്കാമെങ്കിൽ കേൾക്കാം. പറഞ്ഞോളൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശ്രീ ടി.പി. സെൻകുമാറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും ഒരു പറ്റം സെൻകുമാർ ഭക്തന്മാരും നടത്തുന്ന വാദഗതികളും പ്രചരണങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത കരിമ്പൂച്ചയെ തപ്പുന്നത് പോലെയാണ്. ഇവിടെ ഒരു വസ്തുത വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്നത് ടി.പി. സെൻകുമാറിന്റെ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ വിധി അന്തിമമാണ്. പക്ഷേ അതിന്റെ അർത്ഥം സുപ്രീം കോടതിയിലെ വിധികളെല്ലാം ശരിയാണ് എന്നതല്ല. മനുഷ്യസഹജമായ പിശകുകൾ, മനുഷ്യസഹജമായ വീഴ്ചകൾ സുപ്രീം കോടതിക്കും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ കേസുകളിൽ ഉണ്ടായിട്ടുള്ള വിധിന്യായങ്ങൾ തിരുത്തുവാൻ വിപുലമായ ബെഞ്ച് പലപ്പോഴും തയ്യാറാകുന്നുണ്ട്. മാത്രവുമല്ല, ഒരു കേസിലെ തന്നെ തീരുമാനത്തിന്റെ ശരിമ ബോധ്യപ്പെടാൻ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം, തിരുത്തൽ ഹർജി കൊടുക്കാം. ഈ നിയമപരമായ പ്രക്രിയകളെല്ലാം വിഷയത്തിലേക്ക് വരൂ ശ്രീ രാജേന്ദ്രൻ. അമിത ആവേശത്തിൽ കാണിക്കുന്നത് ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ സുപ്രീം കോടതിയുടെ വിധി തന്നെ പുറ്റിങ്ങൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ അന്യായമായി സംരക്ഷിക്കപ്പെട്ട പ്രശ്നം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി കൈകാര്യം ചെയ്തില്ല. വ്യക്തമായ സമയത്ത്, ക്ലിപ്തമായ സമയത്ത് കൈകാര്യം ചെയ്തില്ല. ആ ഗവൺമെന്റ് പുറത്തുപോയി. അതിനുശേഷം പുതിയ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഒരു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് നിയമപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ വീഴ്ച വരുത്തിയതിന് ജനങ്ങൾ അവരെ ശിക്ഷിച്ചു മാറ്റി നിർത്തി. പകരം വന്ന ഗവൺമെന്റ് ആ നിയമപരമായ ബാധ്യത നിർവഹിക്കാൻ പോകുമ്പോൾ എത്ര അതിന് പോകാൻ കഴിയും എന്ന പ്രശ്നമടക്കം പരിശോധിക്കപ്പെടാനുള്ളത്. അത് മാത്രമല്ല, ഇവിടെ ഇവരുടെ എല്ലാം വാദം കേട്ട് കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ നീതിമാനായ DGP ആണ് ശ്രീമാൻ ടി.പി. സെൻകുമാർ എന്ന് തോന്നിപ്പോകും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. അദ്ദേഹം വഴിവിട്ട് കഴിഞ്ഞ ഗവൺമെന്റിനെ സഹായിച്ചതിന്റെ 2 ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന്. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് ശ്രീ രാജേന്ദ്രൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുറ്റിങ്ങൽ കേസായാലും ജിഷ കേസായാലും ജനങ്ങളിൽ വ്യാപകമായ അതൃപ്തി ഉണ്ടായിരുന്നു. അതിനുള്ള ജനവിധിയായിരുന്നു 2016 തിരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പോട് അതിനുശേഷം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സർക്കാരിന് പ്രവർത്തിക്കണം. അവിടെയാണ് സെൻകുമാറിനെ അടക്കം മാറ്റിയത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് സഭയിലും പറഞ്ഞത്. ആ ചർച്ചയിലേക്ക് കൂടി മടങ്ങിയത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇവിടെ ഉണ്ണിത്താൻ ആരോപിച്ചതുപോലെ അതൊരു കേവലം രാഷ്ട്രീയ ആരോപണമാണോ? നാളെ കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമ്പോൾ അതിന് നിയമപരമായ പ്രസക്തി ഉണ്ടാകുമോ? കാരണം പല വ്യക്തതകൾ തേടിയാണ്, വ്യക്തതകൾ ആവശ്യപ്പെട്ടാണ് പോകുന്നത്. അതിന് നിയമപരമായ പ്രസക്തി ഉണ്ടോ? കാരണം വെള്ളിയാഴ്ച കേസ് സെൻകുമാറിന്റെ കേസ് പരിഗണിക്കാനിരിക്കുന്നു. ആ അർത്ഥത്തിൽ കൂടി ഇതിൽ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്താണല്ലോ, ക്ലാരിഫിക്കേഷൻ ഗവൺമെൻറ്റിന് ക്ലാരിഫിക്കേഷൻ ആവശ്യമായിരുന്നു. അവർ AGയോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ AGയുടെ അഡ്വൈസ് ആയിരിക്കും ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ മേടിക്കാൻ വേണ്ടിയിട്ട്. ഈ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ അവർ ഫയൽ ചെയ്യുമ്പോൾ പോലും ഇത് കോടതി എത്രത്തോളം എൻ്റർടൈൻ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ക്ലാരിറ്റി ഒന്നും ഇതിൽ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർ പറയാം നിങ്ങൾ എത്രയും പെട്ടെന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്യൂ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന ദിവസത്തിനുള്ളിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ ജഡ്ജ്മെൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തിന് സർവീസസ് 36/2017 വരെയാണ് ഉള്ളൂ എന്ന് കോടതി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ചെയ്യാനും എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിൻ്റെ സർവീസസ് നഷ്ടപ്പെട്ടു പോയ സർവീസസ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കൊടുക്കാൻ കോടതി തയ്യാറായില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മറ്റേ വാലും ചുരുട്ടി ഓടി എന്നെല്ലാം പറഞ്ഞു വക്കീൽ വാലും ചുരുട്ടി, അങ്ങനെയൊന്നും നമ്മൾ അതിനെ കാണണ്ട. ഇനി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെയും അതല്ല അത് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ഡിഫറെൻറ്റ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്. കോടതി അന്ന് വൈകിട്ടാണ് ഇരുന്നപ്പോഴത്തേക്കും അന്നത്തെ വക്കീൽ വിചാരിച്ചിട്ടുണ്ടാവും ഈ നമ്പർ ആവുന്ന കേസ് എത്രയും പെട്ടെന്ന് ലിസ്റ്റാവും. അതാ പിന്നെ വെറുതെ കോടതി ഇൻ കേസ് കോടതി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോകാമായിരുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായില്ല.
കാരണം കോടതി ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിലും നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച റീഇൻസ്റ്റേറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം ഈ മറ്റേ UDFും LDFും തമ്മിലുള്ള ഫൈറ്റിൽ കോർട്ടിൻ്റെ രീതിയിലാണ് വ്യാഖ്യാനിച്ചതെന്നെല്ലാം പറയാൻ വേണമെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷേ കോടതി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇതിൽ പറഞ്ഞ സെൻകുമാർ പറഞ്ഞ അലിഗേഷൻസും കോടതി നോക്കിയിട്ടില്ല, ഗവൺമെൻറ് പറഞ്ഞ അലിഗേഷൻസും കോടതി നോക്കിയിട്ടില്ല. ടെക്നിക്കലി ഗവൺമെൻറ്റിൻ്റെ ഓർഡർ റോങ് ആയിരുന്നു എന്നുള്ള നിലയ്ക്കാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ഓർഡറിൽ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും കാണാനില്ല. പുറ്റിങ്ങൽ കേസാണെങ്കിലും ജിഷ മർഡർ കേസാണെങ്കിലും ഈ 2 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് സെൻകുമാറിനെ മാറ്റിയത്. 97(2) വരുന്ന 2 കാരണങ്ങൾ അത് ഓർഡറിൽ കാണുന്നില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ സെറ്റ് അസൈഡ് ചെയ്യണു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒരു പാർട്ടിയല്ലേ, അവർക്ക് ചോദിക്കാമല്ലോ, ചോദിക്കണതിന് എന്താ തെറ്റുള്ളത്? അവരുടെ ഏജ് അങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ UDFിൻ്റെ ടൈമിൽ ഏജിക്ക് ഇതുപോലെ അഡ്വൈസസ് കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം പല കേസുകളിലും ഏജ് തന്നെ കണ്ടംപ്റ്റ് പെറ്റീഷൻ ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ UDFിൻ്റെ സമയത്ത് അഡ്വൈസ് സ്വയം സ്വീകരിച്ചിരുന്ന ഒരു ഏജി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏജിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മറ്റേ സീനിയർ അഭിഭാഷകർ അപ്പിയർ ചെയ്തിരുന്നത്. ശ്രീ രഞ്ജിത് മാരാർ പോലെയുള്ള അഭിഭാഷകർ പോലും ഇതിലെ ഗവൺമെന്റ് ക്ലാരിറ്റിക്കുള്ള സാധ്യതകൾ അതാണ് തുറന്നിടുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോടതി പുറ്റിങ്ങൽ കേസ്, ജിഷ കേസ്, ആ കേസിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റ് വശങ്ങളിലേക്ക് കടന്നിട്ടുമില്ല, അഗാധമായ തലങ്ങളിലേക്ക്. ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഈ 2 വിഷയങ്ങളും അതൃപ്തി, ജനങ്ങൾ പ്രകടിപ്പിച്ച അതൃപ്തിയുടെ ഭാഗത്ത് തന്നെയാണ് ഈ 2 വിഷയങ്ങളും. അതിനായിരുന്നു ജനവിധി, അതിന്റെ ഭാഗം കൂടിയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. സ്വാഭാവികമായിട്ടും വരുന്ന സർക്കാരിന് ഇതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സെൻകുമാറിനെ മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. എന്തായാലും ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ആ ക്ലാരിറ്റിയുടെ ഭാഗമായിട്ടല്ലേ ഈ കാലതാമസവും വരുന്നത്? അതെങ്കിലും താങ്കൾക്ക് സമ്മതിക്കാൻ കഴിയില്ലേ? അല്ല, ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഈ കാലാവസ്ഥ നിരീക്ഷണം പോലെ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരല്ല, ഞങ്ങൾക്ക് ഒരുപാട് നിയമവിദഗ്ധന്മാർ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരുണ്ട്. സുപ്രീം കോടതിയിലെ പല നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ വാദവും കേട്ടപ്പോൾ എനിക്ക് വളരെ വിചിത്രമായി തോന്നുകയാണ്. കാരണം ഇവിടെ പുറ്റിങ്ങൽ വെടിക്കെട്ടിനെ കുറിച്ച് പറഞ്ഞാൽ, പുറ്റിങ്ങൽ വെടിക്കെട്ടുണ്ടായ അന്ന് ഉച്ചയ്ക്ക്, അത് സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ അവൈലബിൾ ക്യാബിനറ്റ് വിളിച്ചു കൂട്ടിയിട്ടാണ് ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഉത്തരവിട്ടത്. അതുകൂടാതെ പോലീസ് തലത്തിൽ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്താ കിട്ടിയിരിക്കുന്നത്? ആ അന്വേഷണത്തിൻ്റെ റിസൾട്ട് കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ട്, ചാത്തന്നൂർ അസിസ്റ്റന്റ് കമ്മീഷണർ, പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ, ഈ 3 പേരുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുകളിലോട്ട് ഒരുപാട് ആളുകളുണ്ട്. DIG ഉണ്ട്, IG ഉണ്ട്, DGP ഉണ്ട്. അവരുടെ ഒന്നും പേര് അതിൽ പരാമർശിച്ചില്ല. പിന്നെ ജിഷ വധക്കേസ് പറയാമല്ലോ. ജിഷ വധക്കേസിൽ നമ്മുടെ ഈ ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വന്നു, പുതിയ അന്വേഷണം ആരംഭിച്ചു. ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലോ, നിങ്ങൾ ബാക്കിയുള്ളവർ പറയുമ്പോൾ മിണ്ടുന്നില്ലോ. ഞാൻ പറഞ്ഞത് ആ കേസിൽ റൈറ്റ് ടു നോ ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച്, വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് ആദ്യത്തെ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും പാളിച്ച പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ അന്വേഷണ സംഘത്തിന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല. ആദ്യത്തെ അന്വേഷണ സംഘം വളരെ കൃത്യമായി അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് രണ്ടാമത്തെ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയത്. ഒരു പാളിച്ചയും അക്കാര്യത്തിൽ പറ്റിയില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യവും ഗവൺമെൻറ്. പിന്നെ 2, ഇപ്പോൾ അന്ന് ഹോം സെക്രട്ടറിയായ നളിനി ടോസ് സ്വീകരിച്ചിരുന്ന സമീപനമല്ല. നമുക്കറിയാം 1977 ശ്രീ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യപ്പോഴാണ് രാജൻ കേസ് വന്നത്. രാജൻ കേസ് വന്നപ്പോൾ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് രാജനെ തല്ലിക്കൊന്നു അതിൻ്റെ പേരിലൊന്നും അല്ലല്ലോ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു റിപ്പോർട്ട്, അദ്ദേഹം എന്താ പറഞ്ഞത്? രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കോടതി എന്താ പറഞ്ഞത്? ഇത് കള്ളസത്യവാങ്മൂലമാണ്, രാജനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ കോടതിയിൽ കള്ളസത്യവാങ്മൂലം കൊടുത്തതിൻ്റെ പേരിൽ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇവിടെ ഇപ്പോൾ ഹോം സെക്രട്ടറി നളിനി നെട്ടോ ചെയ്തിരിക്കുന്നതും കള്ളസത്യവാങ്മൂല കോടതി കൊടുത്തത്. കാരണം ജിഷ വധക്കേസിലും പുറ്റിങ്ങൽ വെടിവെപ്പ് കേസിലും ഉത്സവത്തിൽ നടന്ന കമ്പ കേസിലും ഒന്നും ഇവിടെ കുറ്റവാളികളല്ലാത്ത ആളുകളെ കുറ്റവാളിയാക്കാൻ വേണ്ടി ചില പേജുകൾ കീറി മുറിച്ചു മാറ്റി വ്യാജമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണോ സഭയിൽ? ശ്രീ ആന്റണി രാജു,
ഇതൊക്കെ ഈ നമ്മൾ എഴുതാപ്പുറങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രാജ്മോഹൻ, എൻ്റെ സ്നേഹിതൻ ആദ്യം പറഞ്ഞതെന്താ, എന്തുകൊണ്ടാണ് പിന്നെ തിങ്കളാഴ്ച കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി പ്രസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ വാദം പറയണമെന്ന് ആവശ്യപ്പെടാത്തത്? അദ്ദേഹം ഒരു പുതിയ ന്യായം ഒന്ന് കണ്ടുപിടിച്ചു. ആരും പറയാത്തൊരു ന്യായം. എന്താ അദ്ദേഹം പറഞ്ഞത്? അത് സെൻകുമാറിനോട് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് ആളുകൾ പോയി പറഞ്ഞു, അങ്ങ് പോകരുത്, നമ്മളങ്ങേക്ക് എല്ലാ ഉത്തരവെല്ലാം തരാൻ റെഡിയായിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് വാദിക്കുന്നതിൻ്റെ രാവിലെ 11 മണിക്ക് സെൻകുമാറിൻ്റെ സീനിയർ മോസ്റ്റ് അഭിഭാഷകൻ, ജൂനിയേഴ്സ് മാത്രമല്ല, ബീരാൻ മാത്രമല്ല, ദാവെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സീനിയർ മോസ്റ്റ് അഭിഭാഷകൻ ആ കോടതിയിൽ എണീറ്റ് ക്യൂ നിൽക്കുകയാണ്. നിന്നിട്ട് ഈ കേസ് വിളിച്ച സമയത്താണ് അദ്ദേഹം 2 സ്റ്റെപ്പ് പുറകിലേക്ക് പോയെന്ന് പറയുമ്പോൾ, അവിടെ വെച്ച് എന്തായാലും ആ സീനിയർ അഭിഭാഷകനോട് എന്തായാലും നാളെ ഉത്തരവിട്ടോളാം, അങ്ങ് മാറാനായിട്ട് ആരും പറഞ്ഞില്ല. അപ്പോൾ ഇത്തരം വാദങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ ഞാൻ ഇവിടെ ഇവിടെ ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ളതൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ. ചീഫ് സെക്രട്ടറിക്കെതിരെ എന്തെങ്കിലും വരുമെങ്കിൽ നമുക്ക് അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമല്ലോ. നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. നമുക്ക് ഇപ്പോൾ സെൻകുമാറാണല്ലോ വിഷയം. ഇവിടെ ഒരു ഭരണകൂടം മാറുമ്പോൾ ആ ഭരണകൂടത്തിൻ്റെതായ മാറ്റം രാജ്യത്ത് പ്രതിഫലിക്കണമെങ്കിൽ തലപ്പത്തുള്ളവരെ മാറ്റണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് LDF മാത്രമല്ല, UDFിൻ്റെ കാലത്ത് ഇതിനേക്കാളും ചെയ്ത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു പേരെ പറഞ്ഞുള്ളൂ. ഞാൻ പറയാം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ലോ ആൻഡ് ഓർഡറിൽ വെച്ചിരുന്ന 6 ഉദ്യോഗസ്ഥന്മാരെ, അജിത ബീഗം, മഞ്ജുനാഥ്, പുട്ട വിമലാദിത്യ, ഉമാ ബെഹ്റ, രാജ്പാൽ മീണ, ഡോക്ടർ ശ്രീനിവാസ്, ഈ 6 IPS ഉദ്യോഗസ്ഥരെ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോൾ 2 വർഷം കാലാവധിയിൽക്കുള്ളിൽ മാറ്റാൻ പാടില്ല നിയമം നിലനിൽക്കുമ്പോൾ തന്നെ ഭരണന്മാർ വന്ന ഉടൻ മാറ്റിയ ഗവൺമെൻറ്റാണ് UDF. അതുകൊണ്ട് ഇവർക്ക് ഇതേപ്പറ്റിയൊന്നും ന്യായം പറയാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊസീജിയൽ എറർ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിനെ മാറ്റിയതിനെ തെറ്റാണെന്ന് ഇപ്പോഴും ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഒരു ഭരണകൂടം മാറുമ്പോൾ ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള തലപ്പത്ത് പോസ്റ്റുകളിൽ അവരും മാറിയാൽ മാത്രമേ ഒരു ഭരണമാറ്റത്തിൻ്റെതായ ഒരു പ്രതിഫലനം സംസ്ഥാനത്തുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കളക്ടർമാരെ മാറ്റുന്നത്, അതുകൊണ്ടാണ് പിന്നെ SP-മാരെ മാറ്റുന്നത്. അപ്പോൾ എങ്കിൽ മാത്രമേ ഒരു ഭരണകൂടം മാറിയതായിട്ടുള്ള അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ മുഖ്യമന്ത്രിയെ മാത്രം മാറ്റാനല്ല, മറിച്ച് ഒരു ഭരണകൂടത്തിലാകെ ഒരു മാറ്റത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. അതുകൊണ്ടാണ് ഒരു പ്രൊസീജിയർ എറർ ഒഴിച്ചാൽ ശ്രീ സെൻകുമാറിനെ മാറ്റിയ കാര്യത്തിൽ ഒരു തെറ്റും സുപ്രീം കോടതി പോലും പറഞ്ഞു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് സെൻകുമാറിന്റെ നിയമനത്തിൽ പോലും അവ്യക്തത നിങ്ങളുടെ സർക്കാർ വരുത്തിയിട്ടുണ്ട്, അതെന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നു? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് മഹേഷ് കുമാർ ശൃംഖലയുടെ കാര്യത്തിൽ അന്നത്തെ നിയമനം, സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കൺസെന്റ് പോലും സർക്കാരിന് മഹേഷ് കുമാർ ശൃംഖല നൽകുന്നു. അതിനുശേഷം അതെല്ലാം മറികടന്നുകൊണ്ട് അവിടെ ഇഷ്ടക്കാരെ, കാരണം അത്തരത്തിലുള്ള നിയമനങ്ങൾ നേരത്തെ അനുരാജ് പറഞ്ഞതുപോലെ സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സുപ്രീം കോടതി വിധി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ട, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ കൂടി ഒരു വ്യക്തത കുറവ് വരുന്നില്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? ആന്റണി രാജുവിനെ എന്താ ഈ ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചത്? ഇതിനകത്ത് ഒറ്റ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരൊറ്റ ആളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലോ. എന്താ പങ്കെടുക്കാത്തത്? അവർക്കൊക്കെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആന്റണി രാജു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഈ ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹം വാദിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കേസ് വളരെ ദുർബലമാണ്. വാദം കൊള്ളാം, പക്ഷേ കേസ് തോറ്റുപോകുന്ന കേസല്ലേ. അപ്പൊ എങ്ങനെ കിടന്ന് ഉച്ചുകുത്തി വാദിച്ചാലും അവസാനം ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യന്റ് ഡൈഡ് എന്ന് പറയുന്ന പോലെ വാദം പൂർത്തിയാക്കാം. പക്ഷേ വിധി അവർക്ക് എതിരാണ്. ഇവിടെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഞങ്ങളാരും സെൻകുമാറിൻ്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. അങ്ങ് ഇവിടെ പറഞ്ഞു 5 പോലീസ് ഓഫീസർമാരെ ഇവിടെ ഞങ്ങളുടെ കാലത്ത് മാറ്റിയിട്ട് ആരും കോടതിയിൽ പോയില്ലല്ലോ. കോടതിയിൽ പോയിരുന്നെങ്കിൽ കോടതി അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ആരെങ്കിലും കോടതിയിൽ പോയോ? ഇവിടെ സെൻകുമാറിനെ മാറ്റിയതിനെ കുറിച്ച് ഞങ്ങൾ ആരും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. സെൻകുമാറിനെ മാറ്റിയതിനെതിരെ സെൻകുമാർ തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി അങ്ങനെ ഒരു വിധി സമ്പാദിച്ചതിന് ഞങ്ങൾ ആരെങ്കിലും പഴിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തോ? അപ്പോൾ സുപ്രീം കോടതിയിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പോയി അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു അദ്ദേഹത്തോട് കാണിച്ച അന്യായമാണ്. അദ്ദേഹത്തെ മാറ്റിയ ദിവസം തൊട്ട് അദ്ദേഹം DGP ആണ്. അതുകൊണ്ട് പുതിയ ഓർഡർ അദ്ദേഹത്തെ പറയട്ടെ. എവിടെ പറയുന്നു ഓർഡർ ഡേറ്റ് വേണ്ടല്ലോ, വേണം പറയട്ടെ. ആന്റണി രാജു പറഞ്ഞപ്പോ ഞാൻ വേണ്ടിയില്ലല്ലോ. ലോക്നാഥ് ബെഹ്റയെ DGP ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞോട്ടെ ഒരു സെന്റൻസ്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയില് ഒരാളെ തൂക്കിക്കൊല്ലാൻ 11 മണിക്ക് വിധിച്ചാൽ 11 മണിക്ക് തന്നെ തൂക്കണമല്ലോ. എന്താ നിങ്ങൾ അങ്ങനെ ഞാൻ ചോദിക്കാതെ
അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ജയകിഷൻ മാസ്റ്റർ വിധി വന്നല്ലോ. ജയകിഷൻ മാസ്റ്റർ കൊലയാളികളെ തലശ്ശേരി വിളപ്പിൽശാല വിധിയെടുക്കുക. വൈകിട്ട് 5 മണിക്ക് പ്രതികളെ തുറന്നു വിട്ടില്ല. ഞാൻ വേറൊരു പറയട്ടെ, ഞാൻ യുഡിഎഫിന്റെ കാലത്ത് ശ്രീ ഉണ്ണിത്താൻ, അതായത് വിളപ്പിൽശാല വിധിയടക്കം വന്നു യുഡിഎഫിന്റെ കാലത്ത്. അന്നൊക്കെ എടുത്ത പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിരത്തിയിരുന്നു. ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ പൗരന്റെയും നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത കേരളം ഭരിക്കുന്ന ഗവൺമെന്റുണ്ട്. അപ്പോൾ നിയമപരമായ ഒരു അവകാശത്തിന് വേണ്ടി സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി അനുകൂലമായ ഒരു വിധി അദ്ദേഹത്തിന് കൊടുത്തു. ആ വിധി പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഗവൺമെന്റുണ്ട്. ആ ഗവൺമെന്റ് നിർവഹിക്കുന്നില്ല. പിന്നെ ഇവിടെ നാളെ ഇപ്പോൾ ഇതിനകത്ത് സുപ്രീം കോടതിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ജേക്കബ് തോമസിനെ എന്ത് ചെയ്യണം, ലോക്നാഥ് ബെഹ്റ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യണം, അതൊന്നും സുപ്രീം കോടതിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതൊക്കെ പിണറായി വിജയന്റെ ഹെഡേക്കാണ്, ഈ ഗവൺമെന്റ്. ആ തലവേദന ഒഴിവാക്കാനാണ് ശ്രീ രാജ്മോഹനോട് ആ തലവേദന ഒഴിവാക്കാൻ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പറഞ്ഞോട്ടെ, ആ നിയമനത്തിലെ തലവേദന, പറയട്ടെ, ഞാൻ പറയുന്നു, ഇവിടെ സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് ലോക്നാഥ് ബെഹ്റയെ DGP ആയി നിയമിച്ചുകൊണ്ട് പിണറായി വിജയന്റെ തലവേദന മുഖ്യമന്ത്രിയുടെ തലവേദനയാണ് ശ്രീ രാജ്മോഹൻ. ഞാൻ പറഞ്ഞേ, കേരളത്തിലെ ഒരു ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ അറിയാത്തതിന് സുപ്രീം കോടതി അങ്ങേർക്ക് ഭരിക്കാൻ അറിയത്തില്ല. 7 ഉപദേശകന്മാരെ വെച്ചു, 7 അല്ല 700 ഉപദേശകന്മാരെ വെച്ചാലും ഈ മുഖ്യമന്ത്രിക്ക് കേരളം ഭരിക്കാൻ പറ്റില്ല. കാരണം പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയനെ പോലെ നല്ലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത്ര കഴിവുകെട്ട ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് യുഡിഎഫിന്റെ ഹാങ് ഓവറാണ് പോലീസിനെന്ന് പറയേണ്ടി വരുന്നു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. പറഞ്ഞാലും കേരളത്തിൽ ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചു. ഈ വിധി അനാവശ്യമായി നീട്ടി പരമാവധി കൊണ്ടുപോകാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിവിദ്വേഷം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക, അത് സെൻകുമാറിനോട് തീർക്കാൻ മാത്രമാണ്. കേരളം കണ്ട ഏറ്റവും നല്ല പാർട്ടി സെക്രട്ടറിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഇതേ ഉണ്ണിത്താൻ തന്നെ നാളെ പറയും കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നുള്ളത് പറയുന്ന കാലം വരും. ഞാൻ പറയട്ടെ അല്ല ഒരു ജന്മം കൂടെ ചിലപ്പോ ഒരു ജന്മം കൂടെ ജനിക്കേണ്ടി വന്നേക്കാം. പക്ഷെ എങ്കിലും പറയേണ്ടി വരും. അല്ല ഞാൻ പറഞ്ഞു അങ്ങ് പറഞ്ഞു പിന്നെ ഓപ്പറേഷൻ സക്സസ്, പേഷ്യന്റ് ഡൈഡെന്ന്. ഡോക്ടർമാരുടെ ചുമതല ഓപ്പറേഷൻ സക്സസ് ആക്കുക എന്നുള്ളതാണ്. പേഷ്യന്റ് മരിക്കുന്നതും ജീവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിയമപ്രശ്നത്തിലേക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ ജനാധിപത്യ കേരള. വെറുതെ തർക്കത്തിലേക്ക് പോകുന്നത് ഈ നിയമപ്രശ്നത്തിലേക്ക് വന്നാൽ എന്തായാലും നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാലും നിങ്ങൾക്ക് നിയമനം നടത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ട്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവൻ പറഞ്ഞതെന്താ? ഞങ്ങൾ സുപ്രീം കോടതി വിധി നിയമം എന്നുള്ള നിലയ്ക്ക്, നീതി പീഠത്തിന്റെ വിധി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ നടപ്പിലാക്കാൻ വേണമെങ്കിൽ പറയാം ഞങ്ങൾ റിവ്യൂ ഒന്നുമില്ല, ഞങ്ങളെ റിവ്യൂ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ. ഞങ്ങള് റിവ്യൂവിന് പോകാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ വിധി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. സുപ്രീം കോടതിയുടെ വിധിയാണ്. പക്ഷേ നടപ്പിലാക്കാൻ ഉണ്ണിത്താനും സെൻകുമാറും പറയുന്ന ദിവസം നടപ്പിലാക്കാനല്ല സർക്കാർ നിൽക്കുന്നത്. സുപ്രീം കോടതി പറയുന്നതിനാണ്. സുപ്രീം കോടതി ഒരു ഡേറ്റും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ഓർഡർ ക്യാൻസൽ ചെയ്തു. അല്ല ഓർഡർ ക്യാൻസൽ, പക്ഷേ തീയതി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ച ആന്റണി രാജു,
കേരളത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം 3 മേഖലാ യോഗങ്ങൾ പോലീസ് ഓഫീസർ അവിടെ 3 DGP ആയിട്ടാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ പങ്കെടുത്തത്. നാളെയും പങ്കെടുക്കും. How can he act? He can act. No. ഞാൻ പറയാം. He cannot. ഞാൻ പറയാം. ബെഹ്റ DGP ആയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ ഔദാര്യത്തിലല്ല, മറിച്ച് കേരള ഗവൺമെന്റ് പുറപ്പെടുവിച്ച ജിഒയുടെ അടിസ്ഥാനത്തിൽ ആ ജിഒ ക്യാൻസലായി എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ മറ്റൊരു ജിഒ ഈ ഗവൺമെന്റ് ഇറക്കാതെ ഒരിക്കലും അല്ലല്ല, ശ്രീ രഞ്ജിത്ത് മാരാർ, അതായത് ശ്രീ രഞ്ജിത്ത് മാരാർ രണ്ടുപേരും രാഷ്ട്രീയമായ ചർച്ചകളിലേക്ക് ഈ നിയമപ്രശ്നത്തെ കൊണ്ടുപോകുമ്പോൾ വ്യക്തത വരുത്തേണ്ടത് എവിടെയാണ്? ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു, നിയമപരമായി മുന്നോട്ട് പോകുന്നു, നിയമത്തിൽ വ്യക്തത തേടുമ്പോൾ രണ്ടുപേർക്കും രാഷ്ട്രീയമുണ്ട്. ആ നിയമത്തെ രാഷ്ട്രീയമായി ഒരുപക്ഷെ ചേർത്ത് വെച്ചവർ വായിക്കുന്നു. താങ്കൾ നിയമപരമായ നിലയിൽ അവസാനമായി ഇതിന്റെ ഒരുപക്ഷെ കൺക്ലൂഷനിലേക്ക് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ വിലയിരുത്തുന്നത് ശ്രീ രഞ്ജിത്ത് മാരാർ? ഇദ്ദേഹത്തിന് ക്ലാരിറ്റി എന്താ വേണ്ടതെന്നുള്ളത് ആ ലിറ്റിഗൻ്റ് തന്നെയല്ലേ പറയേണ്ടത്. ആ ലിറ്റിഗൻറ്റിന് ക്ലാരിറ്റി വേണ്ടത് അവർ ഒരു ഓർഡർ പാസ്സാക്കുന്നുണ്ടോ, അവർക്ക് ഏത് ഭാഗത്താണ് ക്ലാരിറ്റി വേണ്ടതെന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ചർച്ചയിലിരുന്നിട്ടല്ല പറയേണ്ടത്. അവരും കോടതിയും തമ്മിലുള്ള പ്രശ്നമാണത്. ആ ക്ലാരിറ്റി ഇപ്പോൾ അനാവശ്യമായ കാലവിളംബം സർക്കാർ വരുത്തുന്നുണ്ടോ? ക്ലിയർ ആണ്. വേറെ ക്ലാരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അതിൽ തോന്നുന്നില്ല. കാരണം ഒരാഴ്ചയൊന്നും, പ്രത്യേകിച്ച് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഒരാഴ്ചയൊന്നും ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് ഈ ടഗ് ഓഫ് വാർ രണ്ടുപേരും തമ്മിൽ നടക്കുമ്പോൾ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പോസ്റ്റാണ്. അവർക്കൊരു റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഈ പല ഇഷ്യൂസും കേരളത്തിലുള്ളത് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു സാധനത്തിൽ അവരൊരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒന്ന് ഇരുന്ന് ചിന്തിക്കണതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ സെൻകുമാർ പെട്ടെന്ന് കോടതിയിലേക്ക് പോയേക്കണതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ May 9 കോർട്ട് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്യുമ്പോൾ വേറെ ബെഞ്ചായിരിക്കും ചിലപ്പോൾ കണ്ടന്റ് പെറ്റീഷൻ കേൾക്കുന്നത്. ഈ കോർട്ട് ഇപ്പോൾ വെക്കേഷൻ്റെ 9 ക്ലോസ് ചെയ്യുന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സെൻകുമാർ പോലും ഇത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് വരുമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ലിവറേജ് സ്റ്റേറ്റ് ഓഫ് കേരള പിണറായി വിജയൻ ഭരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് കൊടുക്കാവുന്ന ലിവറേജ് ആസ് എ ലിറ്റിഗൻ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അത് വളരെ വ്യക്തമായിട്ട് ആ ലിറ്റിഗേറ്റിനുള്ള റൈറ്റ്സ് അവർക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. കോടതിക്ക് പറയാം ഇതിൽ ക്ലാരിറ്റിയുടെ ആവശ്യമില്ല എന്നുള്ളത്. എന്നിട്ട് നാളെ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പറയാം. അത് ചിലപ്പോൾ കോടതി പറയുകയും ചെയ്യും. പക്ഷേ ഇന്ന് ഈ ഇഷ്യൂസിൽ അവർക്ക് ലിറ്റിഗേറ്റിനുള്ള റൈറ്റ് നമ്മൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും. വെറും കണ്ടംപ്റ്റ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ 11 മാസം നഷ്ടപ്പെട്ട 11 മാസം കിട്ടണ എന്തെങ്കിലും ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ പെറ്റീഷനിലുണ്ട്. ഇപ്പൊ കണ്ടംപ്റ്റ് പെറ്റീഷൻ അങ്ങനെ കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല. അതില് നിങ്ങൾ വിഭാഗത്തിൽ വ്യക്തമായി ചോദിക്കൂ ശ്രീ. ഇതില് 11 months അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ 11 months അങ്ങനെ ഒരു കണ്ടംപ്റ്റ് അത് നീട്ടിക്കിട്ടില്ല. കാരണം അദ്ദേഹം ജൂൺ 30 റിട്ടയർ ചെയ്യേണ്ട ആളാണ്. വയസ്സ് നീട്ടിക്കൊടുക്കാൻ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ശ്രീ രഞ്ജിത്ത് മാരാർ, അതിനുള്ള സാധ്യതകളുണ്ടോ? പലരും ഒരുപക്ഷെ ആ സംശയത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സ്ഥിതിക്ക് കൂടി. രഞ്ജിത്ത് മാരാർ, അതിനുകൂടി താങ്കൾക്ക് സുപ്രീം കോടതി അഭിഭാഷകനായതുകൊണ്ടും നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയായതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ പെറ്റീഷനിൽ അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചിരുന്നു. വാദിച്ചപ്പോഴും അദ്ദേഹം 11 months അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ടെന്യൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി അത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കണ്ടന്റ് പെറ്റീഷനിൽ സാധാരണ നിലയ്ക്ക്, ഞാൻ പറയുന്നത് സാധാരണ നിലയ്ക്ക് നിയമം അനുസരിച്ചിട്ട് ഈ കൊടുക്കാത്ത കാര്യങ്ങൾ കണ്ടംപ്റ്റ് പെറ്റീഷനിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ സുപ്രീം കോടതിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 129 142 വെച്ചിട്ട് എന്ത് റിലീഫ് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഈ കേസിൽ അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. കാരണം 30/6 അദ്ദേഹം റിട്ടയർ ചെയ്യാണ്. സുപ്രീം കോടതിക്ക് കൂടുതൽ ഇഷ്യൂസിലേക്കൊന്നും പോകാൻ ഈ കേസിൽ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കിട്ടാവുന്നത് മാക്സിമം അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള ഒരു പഴയ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ നിയമവശാൽ ചെയ്യാൻ പാടുള്ളൂ.
യെസ് വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ആന്റണി രാജു, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഒപ്പം അഭിഭാഷകനായ ശ്രീ കെ രാജേന്ദ്രൻ. സെൻകുമാറിന്റെ ഇനി എല്ലാ കാര്യങ്ങളും ഇനി കോടതിയിലേക്കാണ് പോകുന്നത്. കോടതിയിൽ അതിന്റെ നൂലാമാലകൾ, കോടതി എന്ത് നിലപാട് സ്വീകരിക്കും കാത്തിരിക്കും.